CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വിവാഹ തിരക്കിൽ മുങ്ങി ഗുരുഭവനപുരി. 265 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഇന്ന് രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രമൂരാളനും മേൽശാന്തിയുമായ തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. തോട്ടപ്പായമന സജീഷ് നമ്പൂതിരി സഹകാർമ്മികനായി. വൈകിട്ട് 5:45 പാണ്ടിമേളത്തോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തുടങ്ങി 50ഓളം ഗജവീരന്മാർ അണിനിരന്നു. തിരുത്തിക്കാട് നൂറടിത്തോടിന് പുതുജീവൻ. നൂറടിത്തോടിന്റെ പരിസ്ഥിതി സംരക്ഷണവും പുനരുദ്ധാരണവും ലക്ഷ്യമിട്ട് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ പുനർജനി എന്ന പേരിൽ തണൽപാത ഒരുക്കുന്നു. ജനവാസ മേഖലയിൽ ഭീഷണിയായി കൂറ്റൻ കടന്നൽക്കൂട്. ചൂണ്ടൽ പഞ്ചായത്ത് 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പുതുശ്ശേരി കുന്നിലാണ് കൂറ്റൻ കടന്നൽക്കൂട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അണ്ടത്തോട് ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്ക്. പാലപ്പെട്ടി കാപ്പിരിക്കാട് സ്വദേശി കാര്യടത്ത് ഷംസുദ്ദീൻ, എടവണ്ണപ്പാറ സ്വദേശികളായ സാബിക, ഫിബ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന വെള്ളറക്കാട് കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ മുഖം മറച്ച നിലയിലാണ് പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 24, 25, 26, 27 തീയതികളിൽ ആഘോഷിക്കും. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത പെരുമ്പിലാവിൽ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ പകൽ സമയങ്ങളിൽ സ്ഥാപിക്കുന്ന സ്പീഡ് ബ്രേക്കറുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകി. പൊതുപ്രവർത്തകൻ കൊർട്ടിക്കര സ്വദേശി PL ധനീഷാണ് പരാതി സമർപ്പിച്ചത്. 22 വർഷത്തിലധികം കടിക്കാട് സ്കൂളിൽ കായികാധ്യാപകനായി സേവനമനുഷ്ഠിച്ച നാസർ ഹുസൈൻ മാസ്റ്റർ അധ്യയന വർഷം വിരമിക്കുന്നു. ഇതോടനുബന്ധിച്ച് യാത്രയപ്പ് യോഗം നടത്തി. ചൂണ്ടൽ ശ്രീ മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. മമ്മിയൂർ നാരായണൻകുളങ്ങര മകരം 10 ഉത്സവത്തിന് ശേഷം പരിസര ശുചീകരണം നടത്തി. നഗരസഭാ കൌൺസിലറും ജീവനക്കാരും, പിന്തുണയുമായി CPIM പ്രവർത്തകരും സൗഹൃദ ക്ലബ് അംഗങ്ങളും. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം നടന്നു. രാവിലെ നട തുറന്നതിനു ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാളാഘോഷം ഭക്തിനിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ഗുരുവായൂരിൽ വീട്ടുവരാന്തയിൽ 6 അടി നീളമുള്ള മൂർഖൻ. പടിഞ്ഞാറേ നട നരേങ്ങത്ത് പറമ്പിൽ ചാരുപടിക്കൽ ബൈജുവിന്റെ വീട്ടിലാണ് മൂർഖൻ പാമ്പ് അതിഥിയായി എത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കഴിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. ശുചിമുറിയിൽ അബോധാവസ്ഥയിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച ഡോക്ടർക്ക് തുണയായത് വാടക വീടിന്റെ ഉടമസ്ഥൻ. സ്വന്തം പിതാവിനെ പോലെ പരിചരിച്ച് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ ഡോക്ടറെ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റാൻ മനസ്സിലാ മനസ്സോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി അകലാട് വാളങ്ങാട്ടുപറമ്പിൽ മുസ്തഫയും ഭാര്യ സമീനയും. മലർവാടി ബാലസംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി പെരുമ്പിലാവ് അൻസാർ കോളേജിൽ സംഘടിപ്പിച്ച മഴവില്ല് സംസ്ഥാനതല ചിത്രരചനാ മത്സരം സമാപിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ വെങ്ങിലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു. 7 ദിവസം നീണ്ടുനിന്ന ഉത്സവ ചടങ്ങുകൾക്ക് ആറാട്ടോടെയാണ് സമാപനമായത്. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്തിൽ ശങ്കരൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ ശ്രീകോവിൽ 2ാം ഘട്ട പുനരുദ്ധാരണ നിധി സമാഹരണാർത്ഥം തയ്യാറാക്കിയ സംഭാവന കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തി. നെല്ലുവായ് മുല്ലയ്ക്കൽ സ്വരലയ പ്രോഗ്രാം കമ്മിറ്റിയുടെ 27ാമത് വാർഷികാഘോഷം ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്നു. കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധി സംഗമവും കായികരംഗത്ത് മികവ് പുലർത്തിയ പ്രതിഭകൾക്കുള്ള അനുമോദന സദസ്സും തിങ്കളാഴ്ച നടക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.